ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും ചരക്കുകളുടെ ഉൽപ്പാദനം ചൈനയ്ക്ക് കൈമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി. ജർമ്മനിയിൽ ഹെർട്ടി സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് രാഹുലിന്റെ പരാമർശം. കേന്ദ്ര സർക്കാരിനെയും ബി.ജെ.പിയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ ബി.ജെ.പി ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും എല്ലാ ഇന്ത്യക്കാരും സമന്മാരാണെന്ന ചിന്ത ബി.ജെ.പിക്കില്ലെന്നും കുറ്റപ്പെടുത്തി. രാഹുലിനെതിരെ ബി.ജെ.പി രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഇന്ത്യ വിരോധിയാണെന്ന് കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടെ രാജ്യത്തെ രാഷ്ട്രീയം രാഹുൽ ചർച്ചയാക്കുന്നത് ഇതാദ്യമായല്ല. ഏറ്റവും ഒടുവിൽ ജർമ്മനിയിലും കേന്ദ്ര സർക്കാരിനെയും ബി.ജെ.പിയെയും രാഹുൽ രൂക്ഷമായി വിമർശിക്കുകയാണ്. ബി.ജെ.പി ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സമത്വവും മതവും ഭാഷയും തമ്മിലുള്ള സമത്വവും ഇല്ലാതാക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുവെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. Do not agree with the basic ideology of the RSS. That's the point, right? And you can ask any of them. None of them will tell you that actually we believe in the ideological position of the RSS. So we are very much united on that question. But we have tactical contests that take place, and we will continue to have them. But you will see that when it comes to the opposition requiring unity, and you see it every day in Parliament. രാജ്യത്തെ വോട്ട് മോഷണം സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും ചരക്കുകളുടെ ഉൽപ്പാദനം ചൈനയ്ക്ക് കൈമാറിയെന്ന് പറഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ജനാധിപത്യ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ബെർലിനിൽ നടന്ന പൊളിറ്റിക്സ് ഈസ് ദി ആർട്ട് ഓഫ് ലിസണിംഗ് പരിപാടിയിലായിരുന്നു പരാമർശങ്ങൾ. അതേസമയം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കിയിരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ പ്രതികരിച്ചു. ഇന്ത്യ വിരോധിയാണ് രാഹുൽ ഗാന്ധിയെന്നും പാർലമെന്റിൽ പറയാതെ വിദേശത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധിനെ ഭാരത് का पार्लियामेंट में विपक्ष का नेता होना था. भारत का पार्लियामेंट का अंदर उसका कोई परफॉर्मेंस नहीं है. हर बार पार्लियामेंट के संदर्भ में विदेश जाता है, भारत का विरोध बात विदेश में करता है. ये विपक्ष का नेता नहीं, भारत विरोधी नेता है. പാർലമെന്റിൽ നിർണായക ബില്ലുകൾ പാസാക്കിയ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. ചർച്ചകളിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കുന്നതിൽ വിമർശനം തുടരുന്നതിനിടെയാണ് വിദേശത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരായി രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.